പരപ്പനങ്ങാടിയിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. പരപ്പനങ്ങാടി കോട്ടന്തല സ്വദേശി പാലക്കപ്പറമ്പിൽ അബൂബക്കർ മകൻ മുഹമ്മദ് ആസിഫാണ് മരിച്ചത്. പരപ്പനങ്ങാടി പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലും മഴയും തുടരുകയാണ്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. സോണൽ, എന്താണ് സംഭവിച്ചത്? ഇന്ന് ഏകദേശം നോമ്പൊക്കെ തുറന്ന് അതിനുശേഷം പരപ്പനങ്ങാടിയിലെ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ന്യൂക്കട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഈ മുഹമ്മദ് ആസിഫും സുഹൃത്തുക്കളും എത്തിയതായിരുന്നു. ആ സമയത്താണ് ശക്തമായ മഴ ഈ പരപ്പനങ്ങാടിയിലും പരിസര പ്രദേശത്തും ഉണ്ടാകുന്ന മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഴ കഠിനമായി പെയ്തിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇതിനിടയിലാണ് ഈ ന്യൂക്കട്ട് ഭാഗത്തിരുന്ന ഈ മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന 24-കാരൻ ഇടിമിന്നലേൽക്കുന്നത്. ഇടിമിന്നലേറ്റ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ മുഹമ്മദ് ആസിഫിനെ കൊണ്ടു ചെല്ലുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും സങ്കടകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. കനത്ത മഴ ഇപ്പോഴും പരിസര പ്രദേശങ്ങൾ, അതായത് പരപ്പനങ്ങാടി മേഖലയിൽ പലയിടങ്ങളിലായിട്ട് ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. എന്തായാലും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെ. 24 വയസ്സാണ് ആ കുട്ടിക്ക്. ആ പ്രായം പ്രധാനമായും നോമ്പൊക്കെ തുറന്ന് ഇവർ അല്ലെങ്കിൽ അല്പം ആശ്വാസത്തിന് വേണ്ടിയാണ് ഈ ന്യൂക്കട്ട് ഭാഗത്ത്, അവിടെയൊക്കെ ഈ സായാഹ്നങ്ങളിലൊക്കെ ആളുകൾ വന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ വന്നിരിക്കുന്നതിനിടയിലാണ് ശക്തമായ മഴ പെയ്യുന്നതും ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടയിലാണ് ഈ കുട്ടിക്ക് മുഹമ്മദ് ആസിഫിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കും. എന്തായാലും മൃതദേഹം ഇപ്പോഴും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. ശരി, അപ്രതീക്ഷിതമായൊരു മരണമാണ്. അവിടെ ഇപ്പോഴും ഇടിയും മിന്നലും ശക്തമായി തുടരുന്നു. ജാഗ്രത പാലിക്കണം ജനങ്ങൾ എന്നുള്ളതാണ് പറയാനുള്ളത്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.